ഓം പാത്തായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതി അഷ്ടദശാധ്യായിനി ത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി. 28ാമത്തെ ശ്ലോകമാണ് ഇനി വായിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാമോ ശ്ലോകമർത്ഥം? വായിക്കാം സാറേ. 28 സാറേ? 28. 28. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. അർജുന, ജീവജാലങ്ങൾ ആദിയിൽ ജനനത്തിനു മുമ്പ് അവ്യക്തങ്ങളും മധ്യകാലത്ത് ജനന മരണങ്ങൾക്കിടയിൽ വ്യക്തങ്ങളും അവസാനം മരണാന്തരം അവ്യക്തങ്ങളും തന്നെ. അതിൽ എന്തിന് വിലപിക്കുന്നു? ഇതു മുതൽക്കുള്ള 10 ശ്ലോകങ്ങൾ ലൗകിക ദൃഷ്ടിയിൽ അർജുനൻ തന്റെ പ്രശ്നങ്ങളെ വിലയിരുത്തുന്നു. കാര്യകാരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് ഭൗതിക ജീവിതം. കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാവുന്നു. കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവ വ്യക്തങ്ങളാണ്. എന്നാൽ അവയുടെ കാരണങ്ങളെ നാം കണ്ടെന്നു വരില്ല. അവ മിക്കവാറും അവ്യക്തങ്ങളായിരിക്കും. അവ്യക്തമായ കാരണത്തിൽ നിന്ന് കാര്യം വ്യക്തമായി ഉരുത്തിരിയുന്ന പ്രക്രിയയാണല്ലോ സൃഷ്ടി. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ കൂടെ ഇത് നേരത്തെ ഒരു ആധ്യാത്മിക ലെവലിൽ കണ്ടുകൊണ്ടിരുന്ന ആ കാര്യം ഈ ഒരു അർജുന്റെ ദുഃഖത്തെ ആ ലെവലിൽ അനലൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇപ്പം സാധാരണ ജനങ്ങളുടെ ഭൗതികമായിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഇരിക്കുന്നു ആ രീതിയിൽ കൃഷ്ണൻ കഴിഞ്ഞ ശ്ലോകം തൊട്ടേ തുടങ്ങിയത്. ഇപ്പൊ ഈ കഴിഞ്ഞ ശ്ലോകം തൊട്ട് നമ്മളിപ്പോ കാണുന്നത് നേരത്തെ നമ്മൾ ഇല്ല, ഇപ്പൊ ജനിച്ചു, ഇനി മരണശേഷം നമ്മൾക്ക് ഇല്ലാതാവും. ഇപ്പൊ അവ്യക്തത്തിൽ നിന്ന് നമ്മൾ വന്നു, ഇവിടെ നിലനിന്നു, ഇനി അവ്യക്തത്തിലോട്ട് പോകും. ആ രീതിയിലോട്ട് ഇതിനെ കാണുക. അങ്ങനെയാണെങ്കിലും ഇതൊക്കെ എല്ലായിടത്തും നടത്തുന്നത് ജനിച്ചാൽ മരിക്കും. ആ രീതിയിലോട്ട് അർജുനെ ഓരോ ഭൗതികമായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല, അതിന് കാരണങ്ങളില്ല, നീ എന്തിനാണ് അനാവശ്യമായിട്ട് ദുഃഖിക്കുന്നതെന്ന് പറഞ്ഞു വരികയാണ്. ഷീബയ്ക്ക് വായിക്കാമോ അടുത്തത്? പ്രീതു വായിക്കും. പ്രീതുവിനെ വായിക്കാം സാർ. ഈ ദൃശ്യപ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവ്യക്തമായിരുന്നു, ഇപ്പോൾ വ്യക്തമാണ്. നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്നു. ഇത് കാലം കൊണ്ട് അപ്രത്യക്ഷമാവും, വീണ്ടും അവ്യക്തമായി തീരും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ വർത്തമാന ജീവിതത്തിന്റെ ആദിയും അന്തവും അജ്ഞാതമാണ്. അവ്യക്തത്തിൽ നിന്നും വന്ന ഇത് അവ്യക്തത്തിലേക്ക് തന്നെ തിരിച്ചു പോകും എന്നത് അവ്യക്തത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത് അവ്യക്തത്തിലേക്ക്. എങ്കിൽ പുറപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചു പോവുക എന്നല്ലേ അർത്ഥം? വന്ന വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആരെങ്കിലും ദുഃഖിക്കുമോ? അവ്യക്തത്തിലേക്കുള്ള പോക്കും ചക്രം തിരിയും പോലെയാണെന്ന് പറയാം. പൊങ്ങിയ ഭാഗം താഴും, താഴ്ന്ന ഭാഗം പൊങ്ങും. ഈ ക്രമം ആവർത്തിക്കുന്നു. അതിനെ ചൊല്ലി എന്തിന് പരിതപിക്കണം? ഇത് അതാ നീ പറഞ്ഞു തന്നെ. ഇപ്പം നമ്മൾ നേരത്തെ നമുക്ക് അറിയത്തില്ലായിരുന്നു, ഇപ്പം വ്യക്തമായി. ഇനിയും നമ്മൾ അവ്യക്തത്തിലോട്ട് പോകും. അപ്പൊ എല്ലാം നമ്മളിപ്പോ ആ ഒരു ഇതെല്ലാവർക്കും നടക്കുന്ന സംഭവമാണ്. നമ്മൾ എവിടുന്ന് വന്നോ അങ്ങോട്ട് പോകുന്നു. ആ രീതിയിൽ നമ്മൾ കാണുക എന്നുള്ള രീതി കൃഷ്ണൻ പറയുന്നു. ഇതിനെ വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ പറയുന്നത് തന്നെ ഇതിന്റെ അർത്ഥം. അർത്ഥം വായിച്ചോളൂ. പ്രീതി വായിച്ചോളൂ. ഒരു ബ്രഹ്മചാരി സ്വപ്നം കാണുന്നു, ഭാര്യ സന്താനങ്ങളൊത്ത് ജീവിക്കുന്നതായിട്ട്. അയാളുടെ സ്വപ്ന കുടുംബം ആദ്യം അവ്യക്തമായിരുന്നു. ഇടയ്ക്ക് സ്വപ്നത്തിൽ വ്യക്തമായി ഉണർന്നപ്പോൾ വീണ്ടും അവ്യക്തമായി മാറുകയും ചെയ്തു. ഹേ ബ്രഹ്മചാരി, സ്വപ്നത്തോടൊപ്പം മറഞ്ഞുപോയ ആ വേൽക്കാത്ത ഭാര്യയെക്കുറിച്ചും പിറക്കാത്ത ഉണ്ണികളെക്കുറിച്ചും
പരിതപിക്കുന്നത് എന്തിന്? വായിച്ചു. അടുത്ത വായിക്കട്ടെ. വായിച്ചു. ജനന മരണ പ്രവാഹ രൂപമായ ഈ സംസാരത്തിനാധാരമായി നിത്യസത്യമായ ഒരു പരമ്പൊരുൾ നിലകൊള്ളുന്നുവെങ്കിൽ ഇത്രയൊക്കെ വിവരിച്ചിട്ടും എന്തുകൊണ്ടാണ് അതിനെ അറിയാൻ കഴിയാത്തത്? അത്യന്ത നിഗൂഢവും വിജയവുമാണ് ആത്മതത്വം എന്നതിനാൽ ഇക്കാര്യത്തിൽ അർജുനനെ കുറ്റപ്പെടുത്തിക്കൂടാ. എത്ര കേട്ടാലും ആത്മതത്വം സാക്ഷാത്കരിക്കുക എളുപ്പമല്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. നമ്മൾ ഈ സ്വപ്നം കാണുന്ന സ്വപ്നത്തിലുള്ളത് പോലെ സ്വപ്നത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു, ദുഃഖമായാലും സന്തോഷമായാലും ഇതെല്ലാം ഒരു ഫാമിലിയിൽ ഇരിക്കുന്ന പോലെ. പക്ഷെ ആ സ്വപ്നത്തിൽ ഉണർന്നു കഴിഞ്ഞാലും നമുക്കറിയാം അതൊരു നേരത്തെ ആ സ്വപ്നത്തിന് മുമ്പ് അത് വ്യക്തമല്ലായിരുന്നു. സ്വപ്നം കണ്ടു, സ്വപ്നത്തിന് ശേഷം ഉണരുമ്പോഴും അത് ഇല്ലാതാവുന്നു, അവ്യക്തമായിട്ട് പോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ആ രീതിയിലോട്ട് പറഞ്ഞേക്കുന്നു. പിന്നെ ഇതിന്റെയൊക്കെ ബേസിസ് എന്താ? നമുക്കിതൊന്നും അറിയാൻ വയ്യാത്ത ഒരു പരമ്പൊളി നദി ഒഴുകുന്നത് പോലെ നമ്മുടെ അനുഭവങ്ങളെല്ലാം വന്നു പോകുന്നത് അടിസ്ഥാനമായ ഒരു ആധാരത്തിലാണ്. ഈ ആധാരം എങ്ങോട്ട് മാറാത്ത നശിക്കാത്ത എന്നും നിലനിൽക്കുന്ന ഒരു പരമാത്മ ചൈതന്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നതെന്നുള്ള അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഒക്കത്തില്ല. നമുക്കിങ്ങനെ ഈ ഗ്രന്ഥം കൂടെ ആയാലും ഈ അറിവ് കൂടെ ആയാലും നമുക്കത് അത്രത്തോളം കൺവിൻസ്ഡ് അല്ല ഇതെന്തുവാണെന്നുള്ളത്. അതിനെക്കുറിച്ചും വിവരിക്കുവാണ് അടുത്ത ശ്ലോകത്തില്. ഗീതയ്ക്ക് വായിക്കാവോ? വായിക്കാം. 29 ഇല്ലയോ? 29. ആചര്യവത് പശ്യതി കഞ്ചിദേന മാചര്യവദ്വദതി തഥൈവ ചാന്യ ആചര്യ വച്ചൈനമന്യ ശൃണോതി ശ്രുത്വാപേനം വേദന ചൈവ കഞ്ചിത്. ഒരാൾ അല്ലെങ്കിൽ ചിലർ ആത്മാവിനെ ആശ്ചര്യം എന്ന പോലെ കാണുന്നു. അപ്രകാരം തന്നെ അന്യർ മറ്റു ചിലർ ആശ്ചര്യം എന്ന പോലെ പറയുകയും ചെയ്യുന്നു. മറ്റൊരാൾ അല്ലെങ്കിൽ വേറെ ചിലർ ആത്മാവിനെ കുറിച്ച് ആശ്ചര്യം എന്ന പോലെ കേൾക്കുകയും ചെയ്യുന്നു. കേട്ടിട്ടും രണ്ടാളും അറിയുന്നില്ല തന്നെ. പരമ്പൊരുളായ ആത്മാവ് അനന്തമാണ്, ജ്ഞാനവും ആനന്ദവുമാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്നൊക്കെ തത്വദർശികളും ശ്രുതികളും പറയുന്നുവെങ്കിലും നമ്മുടെ അനുഭവം നേരെ മറിച്ചാണ്. നാം പരിച്ഛിന്നരാണ്, അജ്ഞരും ദുഃഖികളുമാണ്. അതായത് നമ്മുടെ യഥാർത്ഥ സ്വരൂപവും ഇപ്പോഴത്തെ അനുഭവവും വെളിച്ചവും ഇരുട്ടും പോലെ പരസ്പര വിരുദ്ധങ്ങളാണ്. ആത്മദർശനത്തിന് ശ്രമിക്കുന്ന സാധകരായ നമ്മൾ അജ്ഞത മൂലം കരുതുന്നത് അകലെ എങ്ങെവിടെയോ നിലകൊള്ളുന്ന ഒന്നാണ് ആത്മാവ്. കുറെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും അതിനെ കണ്ടെത്താം എന്നൊക്കെയാണ്. വാസ്തവത്തിൽ ആത്മാവ് നമ്മുടെ സ്വരൂപം തന്നെയാകയാൽ ഒരിക്കലും നാം അതിൽ നിന്ന് അകലെയല്ല. സ്വപ്നാവസ്ഥയിൽ നിന്ന് ജാഗ്രതാവസ്ഥയിലേക്കുള്ള അത്രയും ദൂരമേയുള്ളൂ ജീവഭാവത്തിൽ നിന്ന് ഈശ്വരഭാവത്തിലേക്ക്. സ്വപ്നാഭിമാനിക്കും ജാഗ്രതാഭിമാനിക്കും ഇടയ്ക്ക് എത്ര ദൂരമുണ്ടോ അത്ര ദൂരമുണ്ട് ബന്ധനും മുക്തനും ഇടയ്ക്ക്. ബന്ധനും മുക്തനും ഇടയ്ക്ക്. ജീവൻ ആത്മമഹിമയിലേക്ക് ഉണർന്നാൽ ശിവൻ ആത്മമഹിമ വിസ്മരിക്കുമ്പോൾ ജീവൻ ശരീരമനവും ഇത് നമ്മളിപ്പം ഈ പാരമാർത്ഥ സത്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മൾ ഈ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ല. നമ്മൾ ശരീരബോധത്തിൽ ഇരിക്കുകയാണ്. ഈ ശരീരം ഞാൻ ശരീരമാണെന്നുള്ള തോന്നൽ ഇരുന്നുകൊണ്ട് നമ്മൾ ജീവിതത്തിനെ അഭിമുഖീകരിക്കുകയാണ്. ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ആ വികാരത്തിനനുസരിച്ച് ഉയർന്നും താഴ്ന്നും ഒക്കെ ഇങ്ങനെ ഒരു കടലിലെ തിരകൾ പോലെ നമ്മൾ ഉയർന്നും താഴ്ന്നും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മുടെ ഒരു ജീവിതത്തിന്റെ പരിവർത്തനത്തിന്റെ ഒരു സ്റ്റേജ് എന്ന രീതിയിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങുമ്പോഴേ നമ്മൾ ഈ ആത്മാവിനെ കുറിച്ച് അറിയുന്നതൊക്കെ അന്നേരം ഈ ആത്മാവിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ അറിവിൽ അറിയുകയാണ്, ബുദ്ധിയിൽ അറിയുകയാണിത്. ഈ ബുദ്ധിയിൽ അറിയുമ്പോഴേ നമുക്ക് ഇതിനെ അങ്ങോട്ട് എന്നിട്ട് ഇതിനനുസരിച്ച് നമ്മൾ ഓരോന്നും ഉൾക്കൊണ്ട് തുടങ്ങുമ്പോഴേ ഈ ആത്മാവിന്റെ ആ ഒരു ഇത് കണ്ട് നമ്മൾക്ക് ഒരു എന്തുവാണ് പറയുന്നേ അതിന്റെ കുറിച്ച് ഒരു ആശ്ചര്യത്തിലോട്ട് വരിക. അപ്പം അത് നമുക്ക് അതിനു മുമ്പായിട്ട് ഈ നമ്മൾ കഴിക്കുന്നത് ഈ ഞാൻ ആത്മാവല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ അറിവില്ല ബുദ്ധിയിൽ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിലും ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതനായ ഒരു ഞാൻ ഈ ആക്ച്വലി ആത്മാവെന്ന് പറഞ്ഞാൽ ആരാ? ആത്മാവെന്ന് വെച്ചാൽ ഈശ്വരൻ.
ഞാൻ ഈശ്വരനാണെന്നുള്ള ഒരു തോന്നല് നമുക്ക് ഇതിൽ കൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നെങ്കിലും ആ വാസന നമ്മളെ അങ്ങനെ സമീപിക്കത്തില്ല. എനിക്കങ്ങനെ കഴിവില്ല, എനിക്കിതൊന്നും അറിയത്തില്ല, എനിക്കിത് മനസ്സിലാക്കാനേ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളും? ഈ ഒരു ആശ്ചര്യമൊക്കെ നമുക്ക് ഈ ഒരു പരിമിതമാണ്, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മളൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ്, അല്ലെങ്കിൽ ഒരു ജീവനാണെന്ന്. ഇതിലൊന്നും മറ്റുള്ളവരുടെ കൂട്ടം, അല്ലെങ്കിൽ എത്രയോ പേർ ഉയർന്ന തലത്തിലിരിക്കുകയാണ്, ഞാൻ അവരുടെ കൂട്ടുന്ന പോലെ എനിക്കിതൊന്നും മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഒരു ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് പരിമിതനാണ്, എനിക്ക് അത്രത്തോളം ഇതൊന്നും ഒരു കഴിവുകളും ഇല്ല, അല്ലെങ്കിൽ ഇതൊന്നും അറിയാനുള്ള ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലിരിക്കുവാണ് നമ്മൾ. ഇതൊക്കെ ഈ അറിവ് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഇതുമായിട്ട് ഒത്തിരി അകന്നിരിക്കുകയാണ്. ഇതൊക്കെ നേടണമെങ്കിൽ എത്ര നാൾ വേണം, അല്ലെങ്കിൽ എത്ര കൊല്ലം വേണം, അല്ലെ എത്ര നാൾ ഞാൻ പരിശ്രമിച്ചാലും ഒക്കും? ഈ രീതിയിലോട്ട് നമുക്കെല്ലാം സംശയങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും പറയുന്നത്, നമ്മൾ എവിടെയോ ആത്മാവ് എത്രയോ കാലം കഴിഞ്ഞ് നമുക്ക് എന്തെല്ലാം സാധനം ഇതൊക്കെ അറിയാൻ പറ്റുമായിരിക്കോ? അറിയത്തില്ല, തുടങ്ങുവാന്നുള്ള രീതി നമ്മളെങ്ങ്. അതേസമയത്ത് ഇത് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുക. ഈ സ്വപ്നത്തിന്റെ സ്വപ്നത്തിൽ നിന്ന് എങ്ങനെ ജാഗ്രതയിലോട്ട് വരുന്നേ? നമ്മൾ എന്നും രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കാണാറുണ്ട്, രാവിലെ ഉണർന്ന് ജാഗ്രതയിലോട്ടും വരുന്നുണ്ട്. ഇത് തമ്മിൽ എന്തോ വ്യത്യാസം. നമ്മൾ ആ ഉറങ്ങി എഴുന്നേക്കുന്ന ആ ഒരു ഗ്യാപ്പേ ഉള്ളൂ എന്ന് പറയുന്ന പോലുള്ള ഒരു ചേഞ്ചേ ഉള്ളൂ ഈ ജാഗ്രതയിൽ നിന്ന് നമ്മള് ഈ ആത്മഭാവത്തിലോട്ട് നീങ്ങാൻ. അത് എന്റെ മനോഭാവമാണ്. ഞാനൊരു പരിമിതനല്ല, ഈ വാസന കാരണം എനിക്ക് തോന്നുന്നതാണ് ഞാൻ പരിമിതനാണെന്ന്. ഈ വാസനയിലുള്ള 3 ഗുണങ്ങളുണ്ട്: തമോ ഗുണ, രജോ ഗുണ, സാത്വിക ഗുണം. ചിലര് സാത്വികമായിരിക്കും, ചിലര് രാജസരായിരിക്കും, ചിലർ തമോ ഗുണമായിരിക്കും. തമോ ഗുണം വെച്ചാൽ ആലസ്യം. ഇതെല്ലാം ഇടകലർന്നു തുടങ്ങി. ഇത് ഓരോ ഗുണങ്ങളുണ്ടെങ്കിലും എല്ലാ ഗുണത്തിന്റെയും എഫക്റ്റ് ഓരോ ഗുണങ്ങളിലും ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രകൃതി അനുസരിച്ച് ഈ ഗുണങ്ങളാണ് എന്നെ ഈ ഒരു അറിവിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഞാൻ പരിമിതനാണെന്ന് തോന്നിപ്പിക്കുന്നത് എന്റെ ഈ ഗുണങ്ങളാണ്, ഈ ഗുണത്തിൽ അധിഷ്ഠിതമായ വാസനകൾ. ഈ വാസനയാണ് കാരണം. അപ്പം ഞാൻ ഈ വാസന വിട്ട് നമ്മൾ ഈ ഒരു ആത്മതത്വത്തിലോട്ട് നമ്മൾ ഉയർന്നാലോ നമ്മൾ ശിവൻ, അല്ലെങ്കിലോ ശിവൻ ആത്മമഹിമാർന്ന് വിസ്മരിക്കുന്നത് ജീവൻ. നമ്മൾ 2 ആസ്പെക്റ്റാണ്. നമ്മൾ പരമാത്മ ചൈതന്യമാണ്, ഈശ്വരനാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ജീവനാണ്. ഈ ജീവൻ നമ്മള് നമ്മുടെ ആത്മതത്വത്തിലോട്ട് നമ്മൾ ഉണരുമ്പോഴേ, ആ അവയർനെസ്സിലോട്ട് നമ്മുടെ മനസ്സ് ഫിക്സ് ആവുമ്പോഴേ നമ്മൾ ഈ ശിവനായി കഴിഞ്ഞു. മംഗളം പറയത്തില്ലേ, നമ്മുടെ ഒരു മരണസമയത്ത് നമ്മുടെ ചൈതന്യം നമ്മുടെ മനസ്സിനെ വിടുന്നു, പിന്നെ ശരീരം ശവമാവും, പിന്നെ ശിവം എന്ന് പറയത്തില്ല. ശിവം എന്ന് വെച്ചാൽ നമ്മൾ ജീവനായിട്ടിരിക്കുമ്പോഴേ നമ്മളെല്ലാവർക്കും നമ്മൾ പരിഭാവനത്വമുള്ളവരാണ്. നമ്മളെല്ലാവരും കാണും, നമ്മൾ സംസാരിക്കും, നമ്മളെല്ലാവരെയും റെസ്പെക്ട് ചെയ്യും അങ്ങോട്ടും പക്ഷെ ഒരു ശരീരത്തിന് ജീവൻ പോയി കഴിഞ്ഞാലോ ആ ചൈതന്യം ഇല്ല. പിന്നെ നമ്മുടെ ആ ശരീരത്തിന്റെ ചൈതന്യം എന്റെ മനസ്സിനെ വിട്ടു, പിന്നെ ആ ശരീരത്തിൽ ചൈതന്യം പ്രകടമാവുന്നില്ല. ചൈതന്യം എങ്ങനെ പ്രകടമാവുന്ന എന്റെ ശരീരത്തില്? ജീവനായിട്ട്. ആ ജീവൻ ഉള്ളപ്പോഴാണ് എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നതും എനിക്ക് എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ ഒക്കുന്നതും ഒക്കെ. ഈ ശരീരത്തിൽ ജീവൻ പ്രകടമാകുമ്പോഴാണ് ഈ പരമാത്മ ചൈതന്യം ജീവഭാവത്തിൽ വരുമ്പോഴാണ് എനിക്ക് എന്റെ ശരീരത്തിനെ ചൈതന്യം ഉള്ളത്. ഈ ശരീരം ചൈതന്യം വെക്കുന്നത് ആ ചൈതന്യം കൊണ്ടാണ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടോ? എന്റെ ഈ ശരീരത്തിന്റെ ചൈതന്യം, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതും നമ്മളിങ്ങനെ എല്ലാം പ്രവർത്തിക്കുന്നതും എല്ലാം അനുഭവിക്കുന്നതും നമുക്ക് ഈ ഒരു ലൈവായിട്ടിരിക്കുന്നതിന് കാരണം ആ പരമാത്മ ചൈതന്യത്തിന്റെ പ്രസൻസിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഇല്ലെങ്കിലോ ഈ പരമാത്മ ചൈതന്യം എന്റെ മനസ്സിനെയൊക്കെ വിട്ടാലോ, ശരീരത്തിലോട്ട് വിട്ടാലോ, പിന്നെ ഇതുണ്ടോ എനിക്ക്? ഈ ഒരു ലൈവായിട്ടുള്ള ഒരു ചൈതന്യമായിട്ടുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടോ? പിന്നെ അത് ശവം എന്നേ പറയത്തുള്ളൂ. അപ്പം ഈ ഒരു ആസ്പെക്ട് നമ്മൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഞാൻ ജീവനാണ്, വാസന മാറ്റിയാൽ ഞാൻ ശിവനാണ്, മംഗളസ്വരൂപിയാണ്, ആ പരമാത്മ ചൈതന്യമാണ്. ഈ ഒരു ഇതാ പറയുന്നത്. അടുത്ത അശ്വതിക്ക് വായിക്കാമോ? ശരീര മനോബുദ്ധികൾക്ക് അതീതമായി വർത്തിക്കുന്നത്. ഷീബയ്ക്കോ? സാറേ പറയൂ. സാറേ പറയൂ സാറേ, എനിക്ക് ഇവിടെ ഒരു സംശയം. ഈ ജീവഭാവത്തിൽ നിന്ന് സ്വപ്നാഭിമാനിക്കും ജാഗ്രത അഭിമാനിക്കും ഇടയ്ക്ക് എത്ര ദൂരമുണ്ടോ
അത്ര ദൂരമുണ്ട് ബന്ധനും മുക്തനും ഇടയ്ക്ക്. ശരിക്കും സ്വപ്നാഭിമാനിയും ജാഗ്രത അഭിമാനിയും അസത്തിലാണ്. അവര് സത്യം തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ബന്ധനും മുക്തനും തമ്മിൽ അങ്ങനെയാണോ? ബന്ധൻ ബന്ധിക്കപ്പെട്ടാണ്, മുക്തൻ അതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ളൊരു തലമല്ലേ? അപ്പൊ അത് ശരിയാണോ? ആ സ്വപ്നാഭിമാനിക്കും ജാഗ്രതാഭിമാനിക്കും ഇടയ്ക്ക് എത്ര ദൂരമുണ്ടോ അത്ര ദൂരമുണ്ട് ബന്ധനും മുക്തനും ഇടയ്ക്ക് എന്നുള്ളത് ശരിയാണോ? ഈ ബന്ധനും മുക്തനും വെച്ചാല് ഞാൻ ഈ വാസനയിലിരിക്കുന്നവൻ, ബന്ധൻ വാസനയിലിരിക്കുന്നവൻ ഇല്ലേ? ബന്ധൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതെ 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 വാസനയിലിരിക്കുന്നത്. ഈ വാസന വിട്ടാലോ? എനിക്ക് വാസന മാറാൻ കഴിയും. വാസന വിട്ടാൽ മുക്തി. ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഇപ്പൊ അനുഭവപ്പെടുന്ന വളരെ അതിന്റെ പ്രീവിയസ് പാരഗ്രാഫ്സ് പറഞ്ഞേ ഈ പരമാത്മ ചെയ്യുന്നതിലൂടെ എനിക്ക് ആകാൻ എത്രയോ കാലം കിടക്കണം. നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സ്റ്റേജ് അല്ലയോ? ഈ എത്ര സാധന ചെയ്ത് എങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലാണ് ഞാൻ ഇത് ഇനി ഈ ഒരു ആത്മതത്വത്തിലോട്ട് റീച്ച് ആവുന്നുള്ളത് നമ്മള് എത്രയോ നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിന്തയാ. കാലത്തിന്റെ എത്രയോ കാലം വേണം, ഉടനെ ഒന്നും സാധിക്കത്തില്ല. ഈ ഒരു വിചാരമില്ലേ നമ്മുടെ ഉള്ളിലുള്ളത്? അതേ സമയത്ത് ഈ ഒരു വിചാരം നമ്മൾ ഈ ഒരു തമോ ഗുണത്തിലിരിക്കാതെ ഞാൻ ഈ സത്യങ്ങളെ ഉൾക്കൊണ്ട് എനിക്ക് ഇന്നാകണം, ഞാൻ മനസ്സിനെ ആ ഒരു എന്തുവാ എന്ന് പറഞ്ഞ അർജോടുകൂടി, ആ ഒരു ത്വരയോടുകൂടി നമ്മള് എത്രത്തോളം ഉൾക്കൊള്ളുന്നു. ഈ ബന്ധനും മുക്തനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാല് ആക്ച്വലി ഷോർട്ടാ. നമ്മുടെ ആ വാസന കാരണം നമുക്കുള്ള തോന്നലായത്. നമ്മള് ശരിക്കും തീവ്രമായിട്ട് ഞാൻ ആകണം നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് സാധിച്ചേ പറ്റുന്ന രീതിയിൽ നമ്മൾ ചില സമയത്ത് ജീവൻ മരണം എന്നുള്ള രീതിയിൽ ജീവൻ പോരാട്ടം പോലെ നമ്മൾ ചിലതൊക്കെ നമ്മൾ ചെയ്തില്ലേ? നമ്മളെ ഇത് നമ്മുടെ വിചാരം പതുക്കെ ആവട്ടെ, പോകാം, നമുക്ക് ഇങ്ങനെയുള്ളത് ഇതുകൊണ്ടാണ് ഇത് ദൂരം തോന്നുന്നത്. ആക്ച്വലായിട്ട് ഇതിലെ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലോട്ട് ഉണരുന്ന ആ ഒരു ഇതേ ഉള്ളൂ. എനിക്ക് ഈ യഥാർത്ഥത്തിൽ ഇത്രയേ ഉള്ളൂ, ആ ഒരു ടൈം ഗ്യാപ്പേ ഉള്ളൂ. സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലോട്ട് ഉണരുന്ന പോലെ ഈ ജാഗ്രതയിൽ നിന്ന് എനിക്ക് ഈ ആത്മബോധത്തിലോട്ട് ഉയരാൻ എനിക്ക് ആക്ച്വലായിട്ട് ഈ ഓരോ ഫേസ്, ഓരോ അവസ്ഥാന്തരങ്ങൾക്കുള്ള എന്തോ വ്യത്യാസം. ഞാൻ ജാഗ്രത ഇരുന്ന് ഞാൻ ഉറക്കത്തിലോട്ട് പോകുന്നു, ഉറക്കത്തില് ഞാൻ കാണുന്നു, സ്വപ്നത്തിൽ ഇരുന്ന് ഞാൻ പിന്നെ ഗാഢ നിദ്രയിലോട്ട് പോകുന്നു. ഇതിനൊക്കെ എത്ര സമയം വേണം? ഇതേപോലെ ഒരു സമയം മതി ഞാൻ ശരിക്കും വിചാരിച്ചാൽ. പക്ഷെ ആ വാസനകൾ എന്നെ സമയിപ്പിക്കത്തില്ല. അതെ അതെ, മനസ്സിലായി സാറേ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വപ്നാഭിമാനിയും ജാഗ്രത അഭിമാനിയും അസത്തിലാണ്. സീറോ മൈനസ് സീറോ, അതിനിടയ്ക്ക് എത്ര ദൂരം ഉണ്ട്? അതിന്റെ ഡിഫറൻസ് 0 - 0. ബന്ധനും മുക്തനും ഇടയ്ക്ക്, ബന്ധൻ എന്നത്തെ 0, മുക്തൻ എന്ന് വെച്ചാൽ 1. അപ്പൊ 1 - 0 1. അവിടെ അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലേ? സാറ് പറഞ്ഞെനിക്ക് മനസ്സിലായി. പക്ഷേ ടൈം ഗ്യാപ്പ് ഒരു ഞാൻ പറയും, നമ്മളിപ്പം ജാഗ്രതയിൽ നിന്ന് ഉറക്കത്തിലോട്ട് പോകുന്നു, അത് 0 ടൈമിലാണോ? അല്ലല്ലോ, ഒരു ഗ്രാജുവൽ മിനിമം പീരീഡ് ഉണ്ട്. ഉറങ്ങിക്കഴിഞ്ഞാലോ സ്വപ്നത്തിലോട്ട് ആവുന്നതും അതിനൊരു പീരീഡ് ഉണ്ട്. സ്വപ്നത്തിൽ നിന്ന് സുഷുപ്തിയിലോട്ട് ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അത് വളരെ ലെങ്തി ആയിട്ടല്ല, പക്ഷെ മൊമെന്ററി അല്ല. അത് മൊമെന്ററി അല്ല. പക്ഷെ നമ്മളത് വിചാരിക്കുന്നേ എനിക്ക് ഈ ആത്മസാക്ഷാത്കാരം എത്ര ജന്മങ്ങൾ വേണം, അല്ലെങ്കിൽ എത്ര വർഷം ഞാൻ എന്തെല്ലാം സാധനങ്ങൾ ചെയ്താലൊക്കും, എത്രയോ ദൂരമാണ് എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അതെ അതെ, ഈ ശ്ലോകത്തില് അങ്ങനെ ഒരു ഇത് അങ്ങനെ പറഞ്ഞിരിക്കും. ആ ഒരു പോയിന്റ് എടുത്ത് കാട്ടാൻ വേണ്ടി സ്വാമി അങ്ങനെ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ അല്ലേ സാറേ? അതെ, അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്നുള്ളൂ. അല്ലാതെ ബന്ധനും മുക്തനും തമ്മില് മറ്റേ കുട്ടികൾ അതേ ഇതേ ഉള്ളൂ. ഞാൻ ഒരു ബന്ധം എന്ന് വെച്ചാൽ വാസന ഇരിക്കുന്നു. ഞാൻ ആ വാസന ഇതിനൊരു ഭാഗവത മഹാത്മ്യത്തിൽ ഒരു കഥയുണ്ട്, അറിയാവോ? ഈ ദുന്ദുബിയുടെ. അറിയാം സാറേ, സാറ് പറഞ്ഞിരുന്നു. ഗോകർണനും ദുന്ദുബിയുടെയും കഥ. അതെ അതെ. ഈ ഗോകർണനും ദുന്ദുബിയും എല്ലാവരും ഇരുന്ന് സപ്താഹം കേൾക്കുകയാണ്. ആ സപ്താഹം 7ാം ദിവസം മോക്ഷം കിട്ടുന്നത്, ആദ്യമേ കിട്ടുന്നത് വിഷ്ണു പാർശ്വന്മാര് വന്ന് കൊണ്ടുപോകുന്നത് ദുന്ദുബിയെയാണ്. അന്നേരം ഗോകർണൻ പറഞ്ഞു, ഞങ്ങളും കേട്ടല്ലോ സപ്താഹം, ഞങ്ങളൊക്കെ എന്താ മുക്തിയില്ലേ? നിങ്ങൾ കേട്ടപോലല്ല ദുന്ദുബി കേട്ടത്. നമ്മൾ ആ ആർജവത്വം, നമ്മളത് ആകണം എന്ന് എന്റെ മൈൻഡ് വിചാരിച്ചാലും നടക്കും. പക്ഷെ നമ്മളത് ആ വാസന നമ്മളെ അങ്ങനെ വിടത്തില്ല.
ഈ യഥാർത്ഥത്തിൽ അത്രേ ഉള്ളൂ ആ ഗ്യാപ്പ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് എത്രയോ ദൂരം എത്രയോ കാലം പിടിക്കും എനിക്ക് ഈ ഒരു ഹയർ ലെവലിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ധാരണ. പക്ഷേ അതല്ല, നമ്മുടെ മനസ്സ് എത്രത്തോളം അതിലോട്ട് ആകുന്നു അത്രത്തോളം എളുപ്പമാവും. അല്ലാതെ ആ ഒരു വലിയൊരു ടൈം ഗ്യാപ്പ് ഇല്ലെന്നർത്ഥം. ഈ ഓരോ അവസ്ഥ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം അറിയാമല്ലോ, ഈ 4 അവസ്ഥകളാണ്. ഈ അവസ്ഥയിലോട്ട് മാറ്റങ്ങളെല്ലാം ഒരേപോലെ എല്ലാത്തിനും. സാർ, അപ്പൊ ഈ വരിക്ക് ഇത്ര അർത്ഥമുള്ളൂ. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന, സ്വപ്നത്തിൽ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന, സ്വപ്നത്തിലെ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ഒരാള് ആ സ്വപ്നം വിട്ട് കുറച്ചു കഴിയുമ്പോൾ ഉറക്കത്തിന്റെ ഗാഠത കുറയും. അപ്പോൾ തീർച്ചയായിട്ടും സ്വപ്നം വിട്ടുണരും. അതുപോലെ തന്നെ ജാഗ്രത അഭിമാനിക്കുന്ന ഒരു വ്യക്തി ആ വാസനകളുടെ കാഠിന്യം കുറഞ്ഞു വരുമ്പോൾ അത് വിട്ട് അയാൾ മുക്തിയിലേക്ക് പോകും. അത്രമാത്രം ചിന്തിച്ചാൽ മതി. ആക്ച്വലായിട്ട് ഈ നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലോട്ട് വന്ന് അതേ ദൂരമേ ഉള്ളൂ ഈ നമ്മൾ ഈ ജാഗ്രതയിൽ നിന്ന് ആത്മബോധത്തിലോട്ട്, ആത്മസാക്ഷാത്കാരത്തിലോട്ട് തിരിയാൻ. പക്ഷെ നമ്മുടെ വാസനകളാണ് അതിന് ഒരു വലിയ തടസ്സം. നമ്മൾ ഈ വാസനകളെ വളരെ മൈന്യൂട്ടായിട്ട് അങ്ങ് ലയിപ്പിച്ചുകൊണ്ട് കർമ്മയോഗോ പല സാധനങ്ങൾ വഴി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതിനെ സമബുദ്ധിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടാണല്ലോ ഓരോ ആചാര്യന്മാരെ നമ്മുടെ അനുഭവത്തിലില്ല പറഞ്ഞിട്ടുണ്ട്. അവര് ഇപ്പൊ ശ്രീയമായാലും ഇപ്പൊ രാമകൃഷ്ണ പരമഹംസരായാലും അവരെ ഈ ജാഗ്രത ചെയ്യുന്ന അവർ ഈ തുര്യാവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. തുര്യാവസ്ഥയിൽ നിന്ന് തിരിച്ചും ജാഗ്രതാവസ്ഥയിലോട്ട് വരുന്നുണ്ട് ഇവരൊക്കെ. ഇതൊക്കെ അനുഭവങ്ങൾ നമ്മള് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയും അവരൊക്കെ ഈ തുര്യാവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ടല്ലോ. എത്രയോ കൊല്ലം എടുത്തിട്ടാണോ തുര്യാവസ്ഥയിലോട്ട് പോയത്? അതെ, വാസന ഇല്ലാതിരിക്കുമ്പോഴുള്ള കാര്യമാണ് ജാഗ്രത. വാസനകൾ ജാഗ്രതയിൽ അഭിമാനിക്കുന്ന ഒരാൾക്ക് അവിടെ വാസന എന്നൊരു ബാരിയർ ഇടയ്ക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് പോലെയുള്ളൂ ആ ഒരു ഗ്യാപ്പ് എന്നുള്ളത്, അല്ലേ? ഈ വാസനകൾ മാറ്റി സമബുദ്ധിയായ ഒരാളുടെ കാര്യമാണ് പറയുന്നത്, ഡിസ്റ്റൻസേ ഇല്ല. അതേ സമയത്ത് വാസനയാണ് എന്നെ ഇതിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. അതെ അതെ. ശരി, ഷീബയ്ക്ക് വായിക്കാവോ? അടുത്ത ശരീര മനോബുദ്ധികൾക്ക് വായിക്കാവോ? ഞാൻ എടുത്തു വന്നപ്പോഴത്തേക്ക് താമസിച്ചതാ. ആശ്ചര്യാനുഭവത്തിൽ അതാണ് സാർ, ശരീര മനോബുദ്ധികൾക്ക് അതീതമാതെ ആ ശ്ലോകത്തിന്റെ 3ാമത്തെ പാരഗ്രാഫ്. ഓക്കെ. ശരീര മനോബുദ്ധികൾക്ക് അതീതമായി വർത്തിക്കുന്ന അത്യന്ത സൂക്ഷ്മമായ ആത്മാവിന്റെ അസ്തിത്വത്തെ സങ്കല്പിക്കാൻ തന്നെ സാധാരണ മനുഷ്യനാവുന്നില്ല. ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിച്ച് മായാമോഹങ്ങൾ അകറ്റി സ്വസ്വരൂപമായ ആത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ ആ ആനന്ദാനുഭൂതിയിൽ സാധകൻ ആദ്യം അത്ഭുത സ്തബ്ധനായി പോകും. അതിനാൽ ആശ്ചര്യം എന്ന് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അതെ, ഇവിടെ ഒരു കാര്യം, നമ്മള് ഈ ശരീര മനോബുദ്ധികൾക്ക് അതീതമായി വർത്തിക്കുന്ന അത്യന്ത സൂക്ഷ്മം എന്നുള്ളതിന്റെ അർത്ഥം എന്തുവാ? അത്യന്ത ബൃഹത്തായതാണിത്. നമ്മൾ ശരീര മനോബുദ്ധികളൊക്കെ നാരോ ആയിട്ടിരിക്കുക. അപ്പൊ അതിനെക്കാട്ടി ബ്രോഡായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണിത്. ആ അത്യന്ത സൂക്ഷ്മമായ ആത്മാവിന്റെ അസ്തിത്വത്തെ സങ്കല്പിക്കാൻ തന്നെ സാധാരണ മനുഷ്യർക്ക് ആവുന്നില്ല. ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിച്ച് മായാമോഹങ്ങളായിട്ട് സ്വസ്വരൂപമായ ആത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ ഈ അനന്താനുഭൂതിയിൽ സാധകൻ ആദ്യം ആശ്ചര്യമായിട്ട് നിന്ന് പോകും. ഇത് പലരുടെയും അനുഭവമുണ്ട്. നമ്മള് ഈ ആദ്യം ഭൗതികമായിട്ടിരുന്നിട്ട് ഈ കാര്യങ്ങളെയൊക്കെ അറിഞ്ഞ് ഈ സാധനങ്ങൾ ചെയ്ത് ഇങ്ങനെ ഈ പ്രൊസീഡ് ചെയ്യുമ്പോഴേ നമ്മള് ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് തന്നെ അറിയാം, നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് വരും. നമ്മൾക്ക് നേരത്തെ ഇതിനെ കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഗീത പഠിക്കുമ്പോൾ നമുക്ക് ഈ ബേസിക് നോളജ് വന്നിട്ട് ഈ ഗീതയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഭഗവാൻ കൃഷ്ണൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇതുവരെ അറിവില്ലാത്ത, നമ്മൾ ഹിന്ദുക്കളായിട്ട് ഇത്രയും കൊല്ലമായിട്ട് ജീവിച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് അറിവില്ല. ഈ കൃഷ്ണൻ പറയുന്ന ഓരോ ഇതിലും കൂടെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എത്ര ശരിയാണ്. നമ്മൾ നേരെ ഘടകവിരുദ്ധമായിട്ടാണ് നമ്മുടെ ജീവിതത്തിനെ കണ്ടിരുന്നത്. നമ്മുടെ കണ്ണിൽ വെള്ളം നിറയും. എന്നുവെച്ചാൽ നമുക്കൊരു പറയുമ്പോ ഈ സത്യമൊക്കെ ആദ്യമായിട്ട് അറിയുമ്പോഴേ, കാരണം ഈ സത്യം നമുക്ക് വെളിയിൽ നിന്ന് ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സത്യമല്ല ഇത്. അപ്പൊ നമുക്കൊരു വല്ലാത്ത ഒരു ഫീലിംഗ് ഉണ്ടാവും. ഈ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഓരോ കർമ്മയോ ഓരോ ചാപ്റ്റർ കൂടെ കടന്നു പോകുമ്പോഴേ നമുക്കിത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. പിന്നെ ഈ അറിവിൽ വരുമ്പോഴേ നമുക്കൊരു ഭയങ്കര ഒരു ത്രില്ലുണ്ടാവും.
അതിന് ഓരോരുത്തരുടെ ഈ ക്യൂരിയോസിറ്റി ഉള്ള, ഈ ജിജ്ഞാസയുള്ള ഓരോരുത്തരും ആ ലെവലിൽ നമ്മൾ ഇതിനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ സത്യങ്ങളൊന്നും നേരത്തെ അറിയത്തില്ല. ഇത്രയും വർഷമായിട്ട് അറിയാതിരുന്നു, ഇപ്പൊ ഇതെനിക്ക് അറിയാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്നുള്ള നമുക്ക് അപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലിംഗാണ്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ചെയ്ത് ഇതിനോട്ട് അറിയുമ്പോഴോ അപ്പൊ എത്രത്തോളം ആയിരിക്കും. അതാണ് പറയുന്നത്, ഈ ആത്മസാക്ഷി കൊണ്ടുവരുമ്പോൾ അനുഭൂതിയിൽ സാധനം ആദ്യം നമുക്കൊരു പ്രത്യേക അനുഭൂതി. നമുക്ക് ഈ നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് അറിയത്തേ ഇല്ല, എന്തുവാ ഈ സാധനം ഒന്നും അറിയത്തേ ഇല്ല. ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരു തീയത്ത്, വളരെ തണുപ്പ് കാലത്ത് ഒരു തീയത്ത് ഒരു തീകുണ്ടം കൂട്ടിയിട്ട് നമ്മൾ അടുത്തോട്ട് വരുന്നത് ചൂട് കൂടുന്തോറും നമ്മൾ ഈ സാധനങ്ങൾ ചെയ്യുന്തോറും ഇതിന്റെ ഒരു ആ എഫക്റ്റ് നമുക്ക് കിട്ടിത്തുടങ്ങും. അത് നമുക്ക് ഓരോരുത്തരും നമ്മുടേതായ രീതിയിൽ സാധനങ്ങൾ അവനവന്റെ രീതിയിൽ ഈ സാധനങ്ങളെ വളരെ സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ സ്വഭാവത്തിലോട്ടാക്കി നമ്മൾ ആ മനസ്സ് സമചിത്തതയാണ് സാധനയെ കൂടെ നമ്മുടെ മനോഭാവം മാറണം. നമ്മള് ഫിസിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു, അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു, വിളക്ക് എത്തിച്ചു, ഇങ്ങനെ അത് മാത്രമല്ല നമ്മുടെ മനോഭാവം, നമ്മുടെ വാസനയിൽ നിന്ന് ഞാൻ മാറി ചിന്തിക്കാൻ പഠിക്കണം. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതിൽ ധർമ്മം ഏതാണ്, എന്റെ ഇഷ്ടം ഏതാണ് എന്നുവെച്ചാൽ എന്റെ ശരി ഏതാണ്, ധർമ്മം ഏതാണ്. നമ്മൾ ഈ ശരിയും ധർമ്മത്തിനെയും ക്ലാസിഫൈ ചെയ്ത് നമ്മൾ തന്നെ ഇതിനെ അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് ഇത് ബാലൻസ് സമചിത്തത വരുന്നത്. ഒരു ബാലൻസ്ഡ് മൈൻഡിനേ ഉള്ളൂ ആ ആത്മസാക്ഷാത്കാരത്തിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ വാസനയിൽ നിന്ന് മാറാനുള്ള ആ പ്രയത്നം നമ്മൾ ചെയ്യണം ഡേ ടു ഡേ ബേസിൽ. അല്ലാതെ പതുക്കെ ആട്ടെ, നമ്മൾ ഇങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ ഇത് വിദൂരമാണ്. നമുക്ക് എത്രത്തോളം ആവണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതിന്റെ സ്പീഡ് കൂടും. നമുക്ക് നമ്മുടെ മനസ്സിന്റെ ആർജവത്വമാണ് ഇതിന്റെ ഏറ്റവും ഘടകം. അല്ലാതെ ഗീത പഠിക്കുന്നുണ്ടല്ലോ, പഠിക്കാം, ആകട്ടെ, സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ നമുക്ക് എക്സ്ക്യൂസുകൾ വരും. ഓരോ പ്രശ്നങ്ങൾ, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ. നമ്മളെ ഇത് എന്തോ ഉണ്ടെങ്കിൽ നമ്മളുടെ ആഹാരം കഴിക്കാൻ ഒരു ദിവസം മാറി നിൽക്കുവോ? എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എന്ന് പറയുന്ന പോലെ ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതിനെ അറിയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇതിനോട്ടുള്ള ഇത് കൂടും. നമ്മുടെ ജീവിത നിലവാരം തന്നെ, ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ എന്തുവാ, എന്റെ മനസ്സിന്റെ സ്ഥിതി, നമ്മൾ ആ ദുഃഖവും ദുരിതം എന്നുള്ള അവസ്ഥ നമ്മൾ മാറും. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരത്തില്ലെന്നുള്ളതല്ല അല്ല അതിന്റെ അർത്ഥം. നമ്മൾ കാര്യങ്ങളെ കാണുന്ന രീതി മാറും, അത് നമ്മുടെ അനുഭവമായിട്ട് മാറും അത്. അപ്പം ഈ പരമാത്മ ചൈതന്യത്തിലോട്ട് അടുക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു അതിശയമായിട്ട് തോന്നുന്നു. എന്തുകൊണ്ട് ഞാൻ നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പൊ ഞാൻ എങ്ങനെയാണ്, നമുക്ക് വെളിയിൽ നിന്ന് ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല. നമ്മുടെ ഈ ഒരു വെളിയിൽ നിന്ന് ഒരാൾക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സിന്റെ നില നമുക്കേ അറിയത്തുള്ളൂ. അപ്പൊ ഈ രീതിയിൽ ഇതിനകത്ത് പറയുന്ന ഒരു ആശ്ചര്യം എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. കാരണം നമ്മൾ നേരത്തെ അറിയാതിരുന്ന ഈ പാരമാർത്ഥ സത്യങ്ങളെ അറിയാതെ ഭൗതിക ലോകത്ത് ഇരുന്നിട്ട് ഇതിനെ അറിഞ്ഞ് ഇതിനെ ഉൾക്കൊണ്ട് അങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഫീലിംഗ് ഈ ആശ്ചര്യമാണ്. ഈ പരമാത്മ ചൈതന്യത്തിന്റെ നമ്മൾ തന്നെ ഇതൊരു അതിൽ പറയും, നമ്മൾ ഭൗതികത്തിന്റെ കൂട്ടർ ഈ പ്രപഞ്ചത്തിനെ എല്ലാം നിലനിർത്തുന്ന ഇതിന്റെ ആ സത്യത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോ മനുഷ്യൻ പോകുന്നത് എങ്ങോട്ടാ? സയൻസ് പോകുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സ്ട്രക്ചറും അതിന്റെ ഇതിലോട്ടാ. പക്ഷെ നമ്മൾ പോകുന്ന കൃഷ്ണൻ പറയുന്നത് എന്തുവാ, നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ഒറിജിൻ എവിടാ? നമ്മുടെ ഈ വന്നേക്കുന്ന ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്ന ആ ശക്തിയിലോട്ടാണ്. ആ ശക്തിയാണ് എന്നെ നിലനിർത്തുന്നത്. അതിലോട്ട് ലയിക്കാനാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ ഈ ഭൗതികതയിലോട്ടല്ല. ഈ ആൾറെഡി മാനിഫെസ്റ്റഡ് ആയത്, ഇത് പ്രകടമായതാ, പ്രകടമായ എനർജിയാ. അതിനകത്ത് നമുക്ക് ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഈ എനർജി എപ്പോഴും നമ്മൾ എനർജൈസ് ചെയ്യണമെന്ന് പറയും, ഇല്ലയോ? ഒരു ബാറ്ററി എന്തുപോലെ റീചാർജ് ചെയ്യണമെന്ന് പറയും. നമ്മൾ എവിടുന്നാ റീചാർജ് ചെയ്യുന്നത്? ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല. എല്ലാം അത് എക്സോസ്റ്റഡ് എനർജിയാണ്. അതേസമയത്ത് എവിടുന്നാണ് ഈ എനർജി ടാപ്പ് ചെയ്യേണ്ടത്? ഈ പരമാത്മ ചൈതന്യം, ഈ യൂണിവേഴ്സൽ കോൺഷ്യസ് എനർജി എന്നാണ് ഞാൻ ടാപ്പ് ചെയ്യേണ്ടത്. ഈ എനർജി അങ്ങനെയാണ് എനിക്ക് ഇതിലോട്ട് വരുന്നത്. അങ്ങനെ അതിനുവേണ്ടിയാണ് ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം അറിവിനെല്ലാം ഉൾക്കൊണ്ട് ഞാൻ അതിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ തലത്തോട്ട് ഞാൻ എന്റെ മൈൻഡ് ഉയരുമ്പോഴേ എനിക്ക് ഉണ്ടാവുന്ന ആദ്യത്തെ ഫീലിംഗ് ആശ്ചര്യമാണ്. അതുകൊണ്ട് ചിലര് ആശ്ചര്യമായിട്ട് കേൾക്കും, ആശ്ചര്യമായിട്ട് കാണുന്നു, പറയുന്നു. ആ രീതിയിലാണ് ഓരോരുത്തരുടെയും ആ വ്യക്തിത്വം അനുസരിച്ച് ഓരോരുത്തരും ഓരോന്നും ഓരോ കൺസെപ്റ്റിലോട്ട് അറിയുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥയായി ഇതിനകത്ത് കൃഷ്ണൻ പറയുന്നത്. അടുത്ത പാരഗ്രാഫ് വായിച്ചോളൂ.
ഷീബയ്ക്ക് വായിക്കാം. ആചാര്യ അനുഭവങ്ങളിൽ ഷീബ എന്താണ് വായിക്കട്ടെ. നമുക്ക് സംഭവിക്കുന്നത്? ഓക്കെ. ആശ്ചര്യ അനുഭവത്തിൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഒന്നും അറിയാത്ത, ഒരു സങ്കല്പവുമില്ലാത്ത, ഒരു ചിന്തയും ഉദിക്കാത്ത, സ്വയം മറന്ന ഒരവസ്ഥയാണല്ലോ അത്. ആശ്ചര്യ വികാരത്തിന് വിധേയനായ വ്യക്തി തൽക്കാലം മറ്റൊന്നും അറിയാതെ സ്തബ്ധനായി നിന്നു പോകുന്നു. വേണമെങ്കിൽ പരീക്ഷണാർത്ഥം ആരെയെങ്കിലും ഒന്ന് ആശ്ചര്യപ്പെടുത്തി നോക്കൂ. വായ് പൊളിച്ച് കണ്ണ് തുറിച്ച് ചുറ്റും സംഭവിക്കുന്നതൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യാതെ ഒരു പ്രതിമയെ പോലെ അയാൾ നിശ്ചലനായി നിൽക്കുന്നത് കാണാം. നാമരൂപ വൈവിധ്യമാർന്ന ജഗത്തിന്റെ പ്രതീതി നിശേഷം നീങ്ങിയ വിഷയവികാര വിചാരാത്മകമായ അനുഭവ മണ്ഡലവും ഭോക്തൃത്വാഭിമാനവും അസ്തമിച്ച അഖണ്ഡൈകരസമായ ആത്മാനുഭൂതിയുടെ നിരതിശയമായ ആനന്ദ നിർവൃതിയെ ഏതാണ്ട് ഈ ആശ്ചര്യ അനുഭവത്തോട് ഉപമിക്കാം. ശരീരാദ്യുപാധികളിൽ അഭിമാനിക്കുക മൂലം വന്നുപെട്ട പരിമിതികളൊക്കെ നീങ്ങി ജീവൻ അപരിമേയമായ ശിവസ്വരൂപത്തിലേക്ക് ഉണരുമ്പോഴത്തെ അവസ്ഥ എന്തെന്ന് സാധാരണക്കാർക്ക് ഏതാണ്ടൊരു ബോധം ഉണ്ടാവാനാണ് അതിനെ ആശ്ചര്യ എന്ന് ചുമ്മാ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആത്മാവാണ്, എനിക്കൊരു ദേഹമുണ്ട് എന്നാണ് ജ്ഞാനോദയത്തിലെ നിലയെങ്കിൽ ഞാൻ ഈ ദേഹമാണ്, ഇതിനൊരാത്മാവുണ്ട് എന്നാണ് അജ്ഞാന ദശയിലെ നില. ആത്മാനുഭൂതി അത്യന്ത ദുർലഭമെന്ന് സൂചിപ്പിച്ചത് സാധകരെ നിരുത്സാഹപ്പെടുത്താനല്ല, പ്രോത്സാഹിപ്പിക്കാനാണ്. ആത്മതത്വം ശ്രവണം ചെയ്തവർ അലംഭാവം കാട്ടരുത്. ശ്രവണം കൊണ്ടെല്ലാമായി എന്ന് ധരിച്ചു പോവരുത്. ശ്രവണം ചെയ്ത തത്വം നന്നായി മനനം ചെയ്ത് ഉറപ്പിക്കട്ടെ. ആത്മാവിനെ സ്വസ്വരൂപമായി സാക്ഷാത്കരിക്കുന്നതുവരെ നിരിത്യാസനവും ചെയ്യട്ടെ എന്ന് തീവ്ര സാധകരെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നു. മന്ദസാധകരും നിരാശപ്പെടേണ്ടതില്ല. അവർ ശ്രവണ മനന നിരിത്യാസനങ്ങൾ പൂർവാധികം നിഷ്ഠയോടെ അനുഷ്ഠിച്ച് സാക്ഷാത്കാരത്തിന് അർഹരായി തീരട്ടെ എന്ന് അവർക്കും ഈ ശ്ലോകം പ്രോത്സാഹനം നൽകുന്നു. നമ്മള് നമ്മള് അജ്ഞാന ദശയില്ല, ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ശരി. അപ്പൊ നമുക്ക് ഞാൻ ദേഹമാണ്, നമ്മൾ ഈ ആത്മാവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചോദിച്ചാൽ ഹു ആർ യു, നമ്മളിപ്പം പലരുടെ ചോദിച്ചാൽ അറിയാം. നമ്മൾ ഈ ആത്മാവ്, ജീവാത്മാവ്, പരമാത്മാവ് വേർഡുകളൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആരെങ്കിലും ഈ ആത്മീയമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടാൽ ഹു ആർ യു എന്ന് ചോദിച്ചാൽ ആരാണ് നീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആത്മാവാണ്, എനിക്കൊരു ദേഹമുണ്ട്, ഞാൻ ആത്മാവാണ്. ആ രീതിയിലായിരിക്കും നമ്മളെല്ലാം പറയുന്നത്. കാരണം ഇതൊക്കെ ഞാൻ നേരത്തെ, പക്ഷെ നമ്മളിപ്പോഴേ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അത് അജ്ഞാന ദശയില. എനിക്ക് ജ്ഞാനം കിട്ടുമ്പോഴോ ആത്മാവ് മാത്രം ആത്മാവാണ്. ആ ആത്മാവിനെ ഈ വാസന പ്രവർത്തിക്കാൻ ദേഹമുണ്ട്. അജ്ഞാന ദശയിലോ ഞാൻ ദേഹമാണ്, ദേഹം ബുദ്ധിയിലിരിക്കുക, ഞാൻ ദേഹമാണ്, ഇതിനൊരു ആത്മാവുണ്ട്. ആ രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. നമ്മളിപ്പം ദേഹം ബുദ്ധിയിലിരിക്കുക, ദേഹോഹം ബുദ്ധി, ഞാൻ ദേഹമാണെന്നുള്ള ധാരണയിരിക്കുന്നു അജ്ഞാനത്തില. നമ്മൾ ഇതിനെ ഈ പാരമാർത്ഥ സത്യങ്ങളെ അറിഞ്ഞ് അത് പറഞ്ഞ് ഇത് നമ്മൾ ശ്രവണം ആദ്യം നമ്മൾ കേൾക്കും, ആദ്യം ശ്രമിക്കും. നമ്മൾ ഓരോ കാര്യങ്ങളേക്കും ശരിയാന്ന് തോന്നും, നമ്മൾ അങ്ങനെയും വിടും. ശരിയാ, നമ്മൾ പല കാര്യം നമ്മൾ യൂട്യൂബിൽ എന്തെല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരിയും ഉണ്ടാവും, പലരുടെ പ്രഭാഷണങ്ങളും. ഇതെല്ലാം ശരി, നമുക്കെല്ലാം നല്ലതാ, അയ്യോ നല്ലതായോ അത് കേൾക്കുന്നുണ്ട്, അത് ഞാൻ മറ്റേത് കേൾക്കുന്നുണ്ട്, എല്ലാം പലതും കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാം കേൾക്കുകയാണ്. കേട്ടിട്ട് നമുക്ക് എല്ലാം ശരിയായിട്ട് എല്ലാം നല്ലതാണ്. ഇതിങ്ങനെ പാസ് ചെയ്ത് പോകാത്ത ഇതൊരു ടൈം പാസ്സാ. നമ്മൾ ശ്രവണം ചെയ്തിട്ട് അതിനെക്കുറിച്ച് മനനം ചെയ്യണം. നമ്മൾ എന്ത് കേട്ടാലും, ഒരു കാര്യം കേട്ടാൽ അതിനെക്കുറിച്ച് മനനം ചെയ്യണം. നമ്മളിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പലതും കേട്ട് ഇങ്ങനെ പോവാ. ഒന്ന് കേട്ടു, അടുത്തത് കേട്ടു. നല്ല കാര്യമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ മനനം ചെയ്യുന്നുണ്ടോ? ഇല്ല. മനനം ചെയ്താൽ മാത്രം പോരാ, അതിനെ നിധിധ്യാസനം ചെയ്യണം. നിധിധ്യാസനം ചെയ്യാന്ന് വെച്ചാൽ എന്തുവാ? ഞാൻ അതിനെ എന്റെ സ്വഭാവമാക്കി മാറ്റണം. അപ്പം ഈ മൂന്ന് കാര്യം, ശ്രവണം, മനനം, നിധിധ്യാസനം, ഇത് മൂന്നും നമ്മൾ ഈ ഗീത പഠിക്കുന്നതോട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇത് ശ്രവിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും മനനം ചെയ്യണം.
അതിനെക്കുറിച്ച് നമ്മൾ എന്റെ വാസനയിൽ നിന്ന് മാറി ഞാൻ ഇതിലോട്ട് അതാണ് സാധന. അല്ലാതെ രാവിലെ നമ്മൾ ചില കാര്യങ്ങൾ ആചാരങ്ങൾ ചെയ്യുന്നു. രാവിലെ കുളിച്ചു വിളക്ക് കത്തിച്ചു ഒരു വിഷ്ണു സഹസ്രനാമം ചൊല്ലി ഞാനിങ്ങനെ രാവിലെയും വൈകുന്നേരം ചെല്ലുന്നുണ്ട്. ഇതല്ല. ഇത് എന്റെ ഒരു ലൈഫിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനേ ഉള്ളൂ. പക്ഷെ എന്റെ മനോഭാവം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാരമർശങ്ങളെ അറിഞ്ഞ് ഞാൻ എന്റെ പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരണം. ഞാൻ ഇന്നലെ വരെ ചെയ്ത പോലെ ആയിരിക്കരുത്, ഞാൻ മാറി ചെയ്യാൻ ശീലിക്കണം. ആ മാറി ചെയ്യാൻ ശീലിച്ചില്ലെങ്കിൽ നമ്മൾ ഗീത പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് ഈ ഒരു തത്വത്തിലോട്ട് ഉയരാനൊക്കത്തില്ല. നമ്മുടെ മനസ്സ് പിന്നെയും വാസനയിലേ ഇരിക്കത്തുള്ളൂ. വാസനയിൽ നിന്ന് മാറാൻ നമ്മൾ ഓരോ ദിവസവും നമ്മൾ പരിശീലിക്കണം. അതാ നമ്മൾ നിരുത്സാഹപ്പെടുത്താനല്ല ഇതൊക്കെ പറഞ്ഞത്. ഇതിന്റെ സീരിയസ്നെസ്സും ഇതിന്റെ ആക്ടിവിറ്റിയും നമ്മൾ പഠനം കേട്ടാൽ മാത്രം പോരാ, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇതിനെക്കുറിച്ച് ഞാൻ എന്റെ സ്വഭാവത്തിലോട്ട് കൊണ്ടുവരണം. നിധിധ്യാസനം ചെയ്യണം. എന്റെ അത് സ്വഭാവമായിട്ട് മാറണം. എനിക്കത് അനുഭവമായിട്ട് മാറണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആ രീതിയിൽ ഞാൻ പ്രവർത്തിക്കണം. ഇതാണ് ഈ ഒരു ശ്ലോകത്തിന്റെ ഒരു ഇത്. ആർക്കെങ്കിലും ഒന്നും പറയാനുണ്ടോ? 2 മിനിറ്റ് ഉണ്ട്. ഇതെന്നെ ശരിക്കും വായിക്കണം. ഈ ശ്ലോകങ്ങളൊക്കെ സ്ലോ ആയിട്ട് വളരെ ഓരോ സെന്റൻസ് വായിച്ച് ആലോചിച്ച് ഉറപ്പിക്കണം. അത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാം. വേറെ ആർക്കൊന്നും പറയാനില്ലല്ലോ. നാളെ നമുക്ക് കാണാം. നാളെ 9 മണി.